ഇസ്രായേൽ ബന്ധമുള്ള ചരക്ക് കപ്പൽ പിടിച്ചെടുത്ത് ഇറാൻ. യുഎഇയിൽ നിന്ന് മുംബൈയിലേക്ക് വരികയായിരുന്ന MSC ഏരീസ് എന്ന കപ്പലാണ് ഫോർമോസ് കടലിടുക്കിൽ വെച്ച് പിടിച്ചെടുത്തത്. 2 മലയാളികൾ ഉൾപ്പെടെ 17 ഇന്ത്യക്കാർ കപ്പലിലുണ്ടെന്നാണ് റിപ്പോർട്ട്. ഇന്ത്യക്കാരുടെ മോചനത്തിനായി ഇറാൻ അധികൃതരുമായി ഇന്ത്യ നയതന്ത്ര ചർച്ചകൾ ആരംഭിച്ചു. യുഎഇയിലെ തുറമുഖ പട്ടണമായ ഫുജൈറയ്ക്ക് 50 നോട്ടിക്കൽ മൈൽ അകലെ വെച്ച് ഹെലിബോൺ ഓപ്പറേഷൻ നടത്തിയാണ് ഇറാന്റെ പ്രത്യേക സൈനിക സംഘം കപ്പൽ പിടിച്ചെടുത്തത്. സമുദ്രാതിർത്തി ലംഘിച്ചതിനെ തുടർന്നാണ് നടപടിയെന്നാണ് ഇറാന്റെ വിശദീകരണം. നിലവിൽ കപ്പൽ ഇറാൻ തീരത്തേക്ക് അടുപ്പിച്ചിട്ടിരിക്കുകയാണ്. കമാൻഡോകൾ ഹെലികോപ്റ്ററിലെത്തി കപ്പലിലെ ഡെക്കിലിറങ്ങുന്ന ദൃശ്യങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടു. ലണ്ടൻ ആസ്ഥാനമായുള്ള സോഡിയാക് മാരിടൈമുമായി ബന്ധപ്പെട്ട ചരക്ക് കപ്പലാണ് MSC ഏരീസ്. ഇസ്രായേലിലെ ശതകോടീശ്വരനായ ഇയാൽ ഓഫറിന്റെ സോഡിയാക് ഗ്രൂപ്പിന്റെ ഭാഗമാണ് സോഡിയാക് മാരിടൈം. 25 ജീവനക്കാരാണ് കപ്പലിലുള്ളത്. 2 മലയാളികൾ ഉൾപ്പെടെ 17 പേർ ഇന്ത്യക്കാരാണ്. ഇവരുടെ മോചനത്തിനായി ഇന്ത്യ നയതന്ത്ര ഇടപെടൽ ആരംഭിച്ചു. ടെഹ്റാനിലെയും ദില്ലിയിലെയും ഇറാൻ അധികൃതരുമായി നയതന്ത്ര ചർച്ചകൾ പുരോഗമിക്കുകയാണ്. കോഴിക്കോട്, പാലക്കാട് സ്വദേശികളാണ് കപ്പലിലുള്ള മലയാളികളെന്നാണ് വിവരം. അതേസമയം ഇറാൻ ഗുരുതര പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകി. ഏപ്രിൽ 1 സിറിയയിലെ ഇറാൻ കോൺസുലേറ്റിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഒരു ജനറൽ ഉൾപ്പെടെ 7 ഉന്നത ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടിരുന്നു. ഇസ്രായേലിനെതിരെ ഇറാന്റെ തിരിച്ചടി ഉണ്ടാകുമെന്ന അമേരിക്കയുടെ മുന്നറിയിപ്പിന്റെ പിന്നാലെയാണ് പുതിയ സംഭവം. ഇന്റർനാഷണൽ ഡെസ്ക് റിപ്പോർട്ടർ.